ജയ ജയ ഹേ ഇറങ്ങിയ സമയത്ത് അത് വൻപൻ ഹിറ്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനായാലും ശരി, യൂത്തിനായാലും ശരി, ഒരുപാട് ചിരിക്കാനായിട്ടായാലും എന്റർടൈൻ ചെയ്യപ്പെടുന്ന നല്ലൊരു ചിത്രമായിരുന്നു. ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പല നടയിൽ വരുമ്പോൾ അത് പക്ക ഒരു എന്റർടൈനിങ് കോമഡി ചിത്രമാണെന്ന് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഈ ഇവർ ചെയ്ത ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കറക്റ്റ് ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ? അല്ല, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൽ ജയ ജയ വേറൊരു തന്നെ റൂട്ടിലുള്ള സർക്കാസ്റ്റിക് മൂവിയാണ്. അതൊരു കോമഡി മൂവിയായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ ചിരിക്കാതിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെയ്യുന്ന ഓർഡർ ആണെന്നൊക്കെ തോന്നുകയും അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല. അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോമഡി മൂവി ചെയ്യണമെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം, അവർക്ക് എന്തുവേണം ചെയ്യാം എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ജയ ജയെന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പം കോമഡി ഉണ്ടോ എന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചിരിച്ചാലേ അത് കോമഡി ആവുള്ളൂ. അപ്പോൾ അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതൊരു വെഡ്ഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് പടം മൊത്തത്തിൽ. അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു, ബേസിലിന്റെ ആണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ബേസിൽ എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു, എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. രണ്ട് ക്യാരക്ടർ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചേട്ടൻ ചെയ്യാൻ വെച്ചാണല്ലോ ബേസിൽ കൊടുത്തത്. ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ബേസിലിന്റെ കഥാപാത്രം ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്. അപ്പൊ ധാരാളം പറയുന്നില്ല. അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ഉടനെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അതായത് റെപ്പറ്റീഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ വിപിന്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിന്റെയാണ്. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പൊ അത് വിപിന്റെ കഴിവ്. നോർമലി ഒരു എല്ലാ ജോണേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഇന്ന പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ, എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവാറ്. ഈ പടത്തിന്റെ സീനില്ലേ അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമർ ഇത് വർക്കൗട്ട് ആവുന്നത് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും. ഹ്യൂമർ മാത്രമല്ല, ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും. നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾ ജയ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല, ഇത് എവിടേക്ക് എങ്ങോട്ടൊക്കെ പോകുന്നു. അതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ്.